ശരി അച്ഛാ, എന്നാ ഞാൻ ജോലി കയറിയിട്ട് വിളിക്കാം. കൊണ്ടുവിടാൻ ഞാനും കൂടെ വരാടാ. വേണ്ട അച്ഛാ, അച്ഛൻ സുഖമില്ലാണ്ടിരിക്കല്ലേ, ഞാൻ പോയിക്കോളാം, കുഴപ്പമില്ല. ഓക്കെ ശരി, ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ ഓക്കെ. ആ മോനെ. ഹലോ അച്ഛാ, കേൾക്കുന്നില്ലേ? ഹലോ അച്ഛാ, ഹലോ ഹലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? അങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം. ഞാൻ വെക്കട്ടെ, ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം അച്ഛാ. ഓക്കെ. ചായ കുടിച്ചില്ലായിരുന്നോ? തണുത്തു പോയല്ലോ. അത്താഴത്തിന് എന്താ വേണോ ആവോ? ഉണ്ടാക്കിട്ട് എന്തിനാ കളയാനല്ലേ? മോളെ കുറച്ച് പഴം എനിക്കും എടുത്തോ. അതുകൊണ്ട് കൊണ്ടാ, എന്നിട്ട് മാതിയെടുത്ത് പറഞ്ഞാൽ പഴം എടുത്തു കൊടുക്ക്. കുറച്ച് പയറും എടുത്തോ. ആ പഴം കൊണ്ടാ. ആ ഇനി എന്താ വേണ്ടത്? കുറച്ച് കിഴങ്ങും. കിഴങ്ങോ? അല്ല മാതിയെടുത്തിയെ, കാരണം ഒരവസ്ഥ ഇപ്പം എന്താ? പഴയ പോലെ ഫോണും നോക്കി കുത്തിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ മൂപ്പര് കഴിക്കല്ലേ? അങ്ങേര് വെറുതെ ഇരിക്കുകയാണെങ്കിലും അതൊക്കെ സൂപ്പറല്ലേ? മോളെ ഈ എല്ലാം കൂടി കണക്കൂട്ടി. ചില ആന്ന് കണക്കൂട്ടി കൊടുത്താ. എത്രയായി മോളെ? ആ പിന്നെ ദാസം പറഞ്ഞത് കൊണ്ടാ ഞാനവിടെ പണിക്ക് പോന്നത്. ഓവേ ഞങ്ങളങ്ങ് വിശ്വസിച്ചു. ഒന്ന് പോടാ അവിടുന്ന്. ആ സഞ്ചി ഇങ്ങോട്ട് തന്നേ. ഇതാ നിങ്ങളെ സഞ്ചി. മാതിയെടുത്തേ നോക്കി പോയിക്കോളിട്ടോ. ഓ ശരി, ആയിക്കോട്ടെ. അല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എവിടെയാണ് എല്ലാരും ഉള്ളത്? ശാന്തടുത്തി എന്താ ഇവിടെ? അല്ല മാധവിയെ, ഇങ്ങേർക്ക് പാലിയേറ്റീവ് കൊടുക്കുന്ന മരുന്ന് അങ്കനവാടിയിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് വന്നോ? ഞാനത് മറന്നുപോയി. നിങ്ങൾ മരുന്ന് തരാൻ വന്നതാണോ? കൊള്ളാം, നിന്റെ കാര്യമൊന്നും മറന്നു പോന്നില്ലല്ലോ. ശമ്പളം കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടല്ലോ. മരുന്നെല്ലാം ഇതിലുണ്ട്, എല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. കൊടുത്തോളാം. എന്നാ ഞാൻ പോട്ടെ. ശരി. ആ ശാന്തടുത്തിയെ, നീ ഇന്നലെ തേങ്ങ ഇടാൻ വരുമെന്ന് പറഞ്ഞ് വന്നില്ലല്ലോ. ആ ഇന്നലെ ശാന്തടുത്തിയെ നമ്മളെ ബാലനാട് തീരുമ്പോൾ ഉച്ചയായി. പിന്നെ അറിയാലോ, ക്ഷീണം. ഉച്ചേനെ മുന്നേ തീർക്കണം, അല്ലേ നടക്കൂല. നാളെ നേരത്തെ വരട്ടോ. എന്നാ ശരി, നേരത്തെ വരണട്ടോ. എന്താ ഇങ്ങോട്ട് പോന്നത് മോനെ? അത് പിന്നെ അമ്മ, എനിക്കൊരു 500 ഉറുപ്പ്യ വേണം. നാണോ ഇല്ലടാ നിനക്ക്? പണിക്ക് പോയാ പോരെ? പെൻഷനൊക്കെ കിട്ടിണ്ടാവുമല്ലോ. കാനോരെ, ഇന്നലെ മോന്റെ ഫോൺ ഉണ്ടായിരുന്നില്ലേ? അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടടാ. നീ പോവാൻ നോക്ക്. കാനോരെ, ചന്ത പോയിട്ടോ, പിന്നെ കാണാം. ആ
മച്ചകപ്രാവുറങ്ങി മനസാ പിച്ചകപ്പൂമയങ്ങി അച്ഛൻ്റെ വിളി കേൾക്കേ പാറിപ്പറന്നെത്തും ചിത്തിരക്കിളി എവിടെ ചിത്തിരക്കിളി എവിടെ ഇത് കുടിച്ചില്ല, തണുത്തു പോയല്ലോ. അച്ഛ സുഖല്ലേ അച്ഛ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ? തിരക്കായോണ്ടാണ് കേട്ടോ. ഞാൻ എന്നും വൈകിട്ട് അച്ഛനെ 5 മണിക്ക് വിളിക്കാം. ശരി. മാധവേ, ഓ, അത്താഴത്തിന് ഇന്ന് ചപ്പാത്തി. ഉണ്ടാക്കാം. ഇവരിതെവിടെ പോയി? 9 മണിന്നല്ലേ പറഞ്ഞുള്ളൂ, അതാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് ഇന്നും വർക്കിംഗ് ഡേ ആണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ആ, അതാ വരുന്നുണ്ട്. ആ വന്ന്. എത്ര നേരയുടെ കാത്തു നിൽക്കുന്നത്. നോട്ടീസ്. പോവാം വൈകണ്ട. ചന്ദ്രേട്ടാ പിടിക്കേ. എങ്ങനെ അങ്ങോട്ട് പോവാ, വണ്ടിയും കൂടി ഇല്ലാണ്ട്? കാർന്നോറുടെ അടുത്തേക്കല്ലേ? വേരി ഇങ്ങോട്ട്. വേരി പോവാം. നമുക്കൊരു ഓട്ടോ പിടിക്കാം. അതിന് ഓട്ടോ ഒന്നും അങ്ങോട്ട് പോവില്ല. ഇല്ലേ? അങ്കനവാടി വരെ പോകുന്നേ, അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. അവിടെ ഇറങ്ങി നടക്കാം. ഇന്നലെ വൈകുന്നേരം ഞാൻ കാരണവരെ വിളിച്ചിരുന്നു. മൂപ്പര് നല്ല സന്തോഷത്തിലാ. അതെന്താപ്പ അങ്ങനെ? സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. മകൻ വിളിച്ചിരുന്നത്രേ. ഓ, അതാണ്. ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് റോഡിലേക്ക് പോയി നോക്കാം. അജേട്ടാ, അയാളെ മോൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്? വിദേശത്തേതോ ബ്രിട്ടീഷ് കമ്പനിയിലാ. കാരണവര് പുനഃപ്രതിഷ്ഠയ്ക്ക് വലിയൊരു എമൗണ്ടാ സംഭാവന തന്നത്. ഇത് ശരിയാ. ഇതിപ്പോ ഊട്ടുപുര നിർമ്മാണം കൊടിമരം പ്രതീക്ഷിക്കാലോ അല്ലേ? ഓട്ടോ അല്ല, ഓഫീസിലാളില്ലേ? ആ, ആളുണ്ട്. ഇവിടെ നിർത്ത്. ദാ, ആ, എല്ലാരും കൂടി അങ്ങോട്ടാ പോകുന്നേ? ഞങ്ങള് കാർന്നോറെ വീട്ടിലേക്കാണ്. അജേട്ടാ, മൂപ്പരോട് പറഞ്ഞിട്ടില്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണവർ അത് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മതി. അത് മതി. നല്ല ഉറക്കത്തിലാണല്ലോ. ഞാൻ വിളിക്കാം. കാരണോരെ
കാരണോരെ, കാരണോർ, കാരണവർ കാരണവരെ കാരണവർ. ഞങ്ങളാണ് കാരണവരെ. എന്തൊരുറക്ക. ഇങ്ങനെ നോക്കാൻ ഒരാളെ നിർത്തിയിരുന്നല്ലോ, മാധവി. അവരെവിടെ പോയി? എന്തൊരു ഉറക്കാത്. ഇങ്ങനെ ഒരാൾ ഉറങ്ങോ? ആ അതാ വരുന്നതാ. ഇങ്ങളേടിയായിരുന്നു ഇത്ര നേരോ? ഞാൻ ഇന്ന് വൈകുന്നു പറഞ്ഞതാണല്ലോ, എന്തേ? ആളിവിടെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു പന്തികേട്. നിങ്ങൾ പോയി ഒന്ന് വിളിച്ചു നോക്കി. അയ്യോ, മോൻ ഇന്നലെ ഫോൺ ചെയ്തിട്ട് ഇന്ന് വരുന്നു പറഞ്ഞതാണല്ലോ ഭഗവാനെ. ഹലോ, അല്ല ചേട്ടാ, നിങ്ങൾ മൂപ്പര മോനെ വിവരം അറിയിച്ചോ? എന്താ സംഭവം? ഒന്നും അറിയില്ല. ഞാൻ ആ ശ്രീനിവാസൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് പ്രേമ. നീ അങ്കനവാടി വരെ ഒന്ന് ചെല്ലേ. അയാൾക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയില്ല. ആയിക്കോട്ടെ, ഞാൻ പോയി വരാം. എന്താ സംഭവം? മക്കളുണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം? പണ്ടുള്ളോല് പറഞ്ഞിട്ടുണ്ട്, മാമ്പൂ കണ്ടിട്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. അടയ്ക്കാവും കാലം മടിയിൽ വെക്കാം. കവുങ്ങായാൽ പറിച്ച് നടുക തന്നെ വേണം. ഒരു വല്ലാത്തൊരു പോക്കാ പോയെ. സമയായ പോവന്നെ. ആ ചെക്കൻ പിന്നെ തിരിച്ചു വന്നില്ലേ? അവൻ അവിടെ ഒരു മദാമേനെ കെട്ടി കൂടിന്നാ കേട്ടത്.